السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ത്വാഹയുടെ ഏകദേശം അവസാന ഭാഗത്താണ് നമ്മളുള്ളത്. അതിൻ്റെ 131 ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വിശദീകരിച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് വിശ്വാസികളല്ലാത്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കൊടുത്തിട്ടുള്ള സുഖാഡംബരങ്ങളുണ്ടാവും. ആ സുഖാഡംബരങ്ങളിലേക്ക് നബിയെ താങ്കൾ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പാടില്ല. അതവരെ പരീക്ഷിക്കാനും അതുപോലെ തന്നെ അവർക്കൊരു ഫിത്നയുമായിട്ടാണ് നാം നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റിസ്ഖാണ് ഏറ്റവും വലുത് എന്നെന്നും അവശേഷിക്കുന്നതും അതാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. ഇതിന് ശേഷമുള്ള ആയത്തുകളാണ്, ഇനി 4 ആയത്തുകൾ കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك لا نسألك رزقا نحن نرزقك والعاقبة للتقوى لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى أولم تأتهم بينة ما في الصحف الأولى ദോതുമ ശ്രദ്ധിക്കേണ്ടത് വഅ്മുർ അഹ്ലക. വഅ്മുർ അവിടെ വഅ്മുർ എന്ന് തന്നെ ഓതണം. അംസ് വഅ്മുർ അഹ്ലക. അഹ്ലക ബിസ്സലാത്തി. ബിസ്സലാത്ത് സ്വലാത്ത് അധികം നീട്ടേണ്ടല്ല. അവിടെ അംസത്തുൽ വസ്ലാണ്. ബി അസ്സലാത്തി എന്നല്ല, ബിസ്സലാത്തി. വസ്തബിർ അലൈഹ. വസ്തബിർ റാഇൻ്റെ മുമ്പ് കെസ്റാണ്. സുക്കൂനായ റാഇൻ്റെ മുമ്പ് എന്താണ്? കെസ്ർ വന്നാൽ റാഇന് തർഖീഖ് ചെയ്യണം, അതായത് രി എന്നുള്ള ഉച്ചാരണം വരണം. അപ്പോൾ വസ്തബിർ അലൈഹ. വസ്തബിർ വസ്സീനല്ല, സ്വാദാണ്. വസ് സുബറുന്നുണ്ടായതാണ്. വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖാ. അവിടെ നിർത്തുകയാണെങ്കിൽ റിസ്ഖാ, നിർത്താതെ വന്ന് റിസ്ഖൻ നഹ്നു. അപ്പോൾ അവിടെ ഇദ്ഗാം അതിലേക്ക് നിർത്തുകയാണെങ്കിൽ റിസ്ഖാ എന്ന് പറഞ്ഞ് നിർത്തുക. നിർത്തുന്നില്ലെങ്കിൽ ആ തൻവീനെ മറ്റേ നൂനിലേക്ക് എന്ത് ചെയ്യണം?
ഇദ്ഗാം ചെയ്യണം. അപ്പോൾ ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക, അവിടെ നിർത്തുമ്പോൾ നർസുഖുക, അവിടെ നിർത്തലാണ് കുറച്ചുകൂടി നല്ലത്. നഹ്നു നർസുഖുക എന്നുള്ള ഉച്ചാരണമാണ് നഹ്നു നർസുഖുക. വൽ ആഖിബതു ലിത്തഖ്വ, തഖ ഖാഫ് ഹുറൂഫുൽ ഖൽഖലാണ്. ലിത്തഖ്വ, ലിത്തഖ്വ, അവിടെ താൻ ലിത്തഖ്വ, അവിടെ നിന്ന് അധികം നീട്ടേണ്ടല്ല. ലിത്തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടോ, ലിത്തഖ്വ, അത്ര 2 അക്ഷരം തെറ്റിയാൽ മതി. അതുപോലെ തന്നെ വഖാലൂ ലൗല, അവിടെ നിന്നും അധികം ഒക്കെ മദ് അസ്ലി ആയിട്ടുള്ളൂ. വഖാലൂ ലൗല യഅതീന ബിആയത്തിൻ മിർ റബ്ബി, ബിആയത്തിൻ എന്നുള്ള തൻവീനെ ആ മീമിലേക്ക് ഇദ്ഗാം ബിഗുന്ന, അതായത് ബിആയത്തിൻ മിർ റബ്ബി. പിന്നെ അവിടെ നൂന് ഉച്ചരിക്കാൻ പാടില്ല, ആ നൂന് റാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം മിൻ ബിആയത്തിൻ മിർ റബ്ബി, ബിആയത്തിൻ, ആ മീമിന് ശ്രദ്ധ കിട്ടിയ പിന്നെ റാവിനാണ് ശ്രദ്ധ, മീമ് കഴിഞ്ഞാൽ പിന്നെ റാവിലേക്കാണ്. ബിആയത്തിൻ മിർ റബ്ബി, ബിആയത്തിൻ മിർ റബ്ബി. അവലം തഅതിഹിം ബയ്യിനതു, തഅതിഹിം തഅതിഹിം ബയ്യിനതു എന്നല്ല, തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ഊല. സുഹുഫാണ്, സുഹഫല്ല. അധികം ആളുകൾ ഈ സൂറത്തുൽ അഅലക്ക് ഓതുമ്പോൾ സുഹഫ് ഇബ്രാഹിം വ മൂസ എന്നതാണ്. സുഹഫ് എന്നല്ല, ഹാഇന് ദമ്മാണ്, സുഹുഫി ഇബ്രാഹിം എന്നാണ്. സുഹഫി അല്ല, അധികം ആൾക്കാർ ഓതുന്ന സുഹഫി എന്നാ ഓതല്ല. സുഹഫി യാനി ഹാഇന് സുക്കൂൻ ഇട്ടിട്ടാണ്. സുഹഫല്ല, സുഹൂഫി എന്നാണ്, സുഹൂഫി. അപ്പോൾ അവലം തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ഊല. അപ്പം ഇതാണ് ഇതിലുള്ളത്. തൊട്ട് മുമ്പുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നാം അവർക്ക് ദുനിയാവിൽ കൊടുത്തിട്ടുണ്ട് സഹറത്തുൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി, നാം അവരെ അതിൽ ഫിത്തിനയിലാക്കാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദുനിയാവിൽ ഏതൊരു നിഅമത്ത് ഏതൊരു മനുഷ്യന് കിട്ടുന്നുണ്ടോ, പ്രത്യേകിച്ച് മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാൾക്കൊരു പരീക്ഷണമാണ്. അതുമാത്രമല്ല, ദുനിയാവിൽ അയാൾ അനുഭവിച്ചതിൻ്റെ നിഅമത്തിൻ്റെ അത്ര തന്നെ ശിക്ഷ എന്ത് ചെയ്യേണ്ടി വരും, പരലോകത്തെ അയാൾക്ക് അനുഭവിക്കേണ്ടി വരും. ദുനിയാവിൽ എത്രയാണ് അയാൾ നിഅമത്ത് അനുഭവിച്ചത് അത്രയും ശിക്ഷ അയക്കുന്നതയോടെ കൂടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അത് അവർക്ക് ആ ഒരു ഫിത്നയായിട്ട് അല്ലാഹു കൊടുത്തു. വരിസ്ഖു റബ്ബിക ഖൈറും വഅബ്ഖാ, നിന്റെ റബ്ബിൻ്റെ റിസ്ഖാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം എന്താ, നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി അനുവദിച്ചു തന്ന റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക്കാണ് നിനക്ക് ഏറ്റവും നല്ലത്. വഅബ്ഖാ, ഏത് ദുനിയാവിലും ആഖിറത്തിലും. ആഖിറത്തിലാണെങ്കിൽ സ്വർഗമായിരിക്കും, അതാണ് ഏറ്റവും അവശേഷിക്കുന്ന റിസ്ക്. അപ്പം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് കൊടുത്ത് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വ്യസനിക്കാൻ പാടില്ല, വിശ്വാസികളായ ആളുകൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ മറ്റൊരു നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്. അമറ എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക. വഅ്മുർ എന്ന് പറഞ്ഞ നബിയെ താങ്കൾ കൽപ്പിക്കണം, താങ്കൾ കൽപ്പന കൊടുക്കണം. അഹ്ലക എന്ന് പറഞ്ഞാൽ താങ്കളുടെ കുടുംബം, കുടുംബത്തോട് താങ്കൾ കൽപ്പിക്കണം. ബിസ്സലാത്ത്, നമസ്കാരം കൊണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാണ്ട്. ഒന്ന്, അപ്പം മറ്റുള്ള ആളുകളോട് കൽപ്പിക്കുന്നതിനേക്കാൾ മുമ്പായി കുടുംബത്തോട് എന്ത് ചെയ്യണം, കൽപ്പിക്കണം. അപ്പം നമുക്കറിയാം, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മുറു ഔലാദക്കും ബിസ്സലാത്തി ബലഉസിനി, 7 വയസ്സെത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. നമുക്കറിയാം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 7 വയസ്സും 10 വയസ്സും ആയി കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവില്ല, കുട്ടിക്കൊന്നും പ്രായപൂർത്തിത്വം എത്തിയിട്ടുണ്ടാവില്ല നമ്മുടെ നാട്ടിലൊന്നും. പക്ഷേ പ്രായപൂർത്തി എത്താത്ത ഒരു കുട്ടിയോടും നമസ്കാരത്തെ സംബന്ധിച്ച് എന്തുണ്ട്, കൽപ്പനിക്കാൻ വേണ്ടി വിശ്വാസം പറയുകയും 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പം അതെന്താണ് നിസ്കാരത്തിന് മറ്റു ഇബാദത്തുകൾ എന്നുള്ളൊരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, അതിന് തഫ്സീറുകൾ മുഫസ്സിറുകളൊക്കെ പറഞ്ഞു വെച്ചാൽ, നിസ്കാരം മറ്റു ഇബാദത്തുകളെ പോലെയല്ല.
നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന് ദിവസേന 5 നേരം ആവർത്തിച്ച് വരുന്ന ഇബാദത്താണ്. രണ്ടാമത്തെ ഒരു കാര്യം, ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇബാദത്താണത് നിസ്കാരം. നോമ്പ് വിൽക്കാന്ന് വലിയ പണിയുള്ള സംഗതിയല്ല. രാവിലെ താഴത്ത് നീച്ച് ഈ നേരം വരെ നീ കടന്നുറങ്ങിയാലും നോമ്പുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷെ നമസ്കാരം, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത, ഈ ആയത്ത് എവിടെ ഉള്ളത് അറിയാം? ഇന്ന സ്വലാത്ത കാനത്തുൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത എന്നുള്ളത് അതിന് തൊട്ടുമുമ്പ് ശേഷമുള്ള ആയത്ത് യുദ്ധത്തിൽ നമസ്കരിക്കേണ്ട രൂപം പറയുന്നതിനിടക്കാണ് ഇന്ന സ്വലാത്ത കാനത്തുൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത എന്ന് പറഞ്ഞു. അതായത് മുസ്ലിമീങ്ങൾ ശത്രുക്കളുമായിക്കൊണ്ട് നേർക്കുനേരെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങൾ 2 ടീമായി മാറണം. ഒരു ടീം ഇമാമിൻ്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിക്കണം, ഒരു റക്അത്ത് വേഗം ഒറ്റയ്ക്ക് നിസ്കരിക്കണം, ഇമാമ് അവിടെ നിൽക്കണം. രണ്ടാമത്തെ ടീം വന്നിട്ട് ഇമാമിൻ്റെ കൂടെ ഒരു റക്അത്ത് നിസ്കരിക്കണം, ഇമാമ് ആ ടീമിനും കൂട്ടി രണ്ടാമത്തെ സലാം വിട്ടണം. ഇതൊക്കെ പഠിപ്പിക്കണതിൻ്റെ ഇടക്കാണല്ലോ പറഞ്ഞത് ഇന്ന സ്വലാത്ത കാനത്തുൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത. അപ്പോൾ നിസ്കാരത്തിൽ വല്ല അളവുണ്ടെങ്കിൽ ആ അളവിൻ്റെ സന്ദർഭമാണ് അവിടെയാണല്ലോ അവരുടെ സമയത്ത് നിസ്കരിക്കണം, യുദ്ധം ചെയ്യുമ്പോൾ പോലും നിസ്കരിക്കണം. അപ്പം നിസ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിട്ടയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള പേടി ഉണ്ടാക്കും. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിസ്കാരം ഒരു മനുഷ്യനെ വൃത്തികേടുകളിൽ നിന്നും മോശമായതിൽ നിന്നും ഒരു മനുഷ്യനെ തടയും. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒരു മനുഷ്യന് കറക്റ്റാണെങ്കിൽ അയാളെല്ലാം ഓക്കെ ആയിരിക്കും. അയാൾ ഹറാമൊക്കെ പോവില്ല, അതുപോലെ തന്നെ മറ്റു സംഗതികളിലേക്കൊന്നും പോവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം എന്താ? നിസ്കാരമാണല്ലോ. കാഫറുകളും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം എന്താണ്? നിസ്കാരം. ഫമൻ തറക്കഹ ഫഖദ് കഫറ. ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യും? അവൻ കാഫറായി പോകും. മാത്രമല്ല പിന്നെ നിസ്കാരത്തിൻ്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നേരിട്ട് എന്ത് ചെയ്യാണ്? മുനാജാത്ത്, രഹസ്യ സംഭാഷണമാണ് നിസ്കാരം. മറ്റുള്ള ഇബാദത്തുകളെ പോലല്ല. നേർക്കുനേരെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് വഅമുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തോട് നബിയെ താങ്കൾ നമസ്കാരം കൽപ്പിക്കണം. അപ്പം നമസ്കാരം കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം. അപ്പം നിസ്കരിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കണം. നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ കാര്യം പറഞ്ഞാൽ നിസ്കാരം മാത്രം പറഞ്ഞാൽ പോരാ, എങ്ങനെ നിസ്കരിക്കണം, പിന്നെ സമയത്ത് നിസ്കരിക്കണം. അതുപോലെ തന്നെ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിസ്കാരത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ ഈ കൽപ്പനയുടെ ഭാഗമാണ്. അപ്പം നിന്റെ കുടുംബത്തോട് നമസ്കാരം കൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിസ്കാരം കൽപ്പിക്കണം, നിസ്കരിച്ചാൽ മതി, ഒതുക്കണ്ട അതിനർത്ഥമുണ്ടോ? അല്ല. അപ്പോൾ നിസ്കാരം കൽപ്പിക്കുമ്പോൾ ആദ്യം എന്ത് പഠിപ്പിച്ചു കൊടുക്കണം? പഠിപ്പിച്ചു കൊടുക്കണം. കാരണം മാലാ യത്തിമുൽ വാജിബ് ഇല്ലാ ബിഹി ഫഹു വാജിബ് എന്നാണ് നിയമം. ഒരു വാജിബ് ഏതിനെ കൊണ്ടാണ് പൂർത്തിയാകുന്നത് ആ കാര്യം എന്തായിരിക്കും? വാജിബായിരിക്കും. മനസ്സിലല്ലേ? ഇപ്പൊ ജുമാ വാജിബാണല്ലോ, ജുമാ വാജിബാണ്. ആ ജുമാ വാജിബാകണമെങ്കിൽ ആ ജുമക്ക് പോകണ്ടേ? അപ്പൊ ജുമക്ക് പോകലും വാജിബായി. അപ്പൊ അതിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം വാജിബായി. അപ്പൊ ഒരു വാജിബ് എന്തുകൊണ്ടാണ് നിർവഹിക്കപ്പെടുന്നത്, പൂർത്തിയാക്കപ്പെടുന്നത്, ആ കാര്യം എന്തായിരിക്കും? വാജിബായിരിക്കും. അപ്പൊ നിസ്കാരം ശരിയാകാൻ എന്ത് വേണം? വുളു വേണം. അപ്പോൾ വുളു ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ വിശുദ്ധ ഖുർആൻ നിസ്കാരത്തെ പറ്റി പറഞ്ഞിടത്തൊക്കെ ഇഖാമത്ത് സ്വലാത്ത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നിസ്കരിക്കണം എന്നല്ല, സല്ലു എന്നല്ല, ഇഖാമത്ത് സ്വലാത്ത്. ഇഖാമത്ത് സ്വലാത്ത് എന്താണ്? ഒന്നതിൻ്റെ സമയമാണ് ഏറ്റവും പ്രധാനം. സമയത്ത് നിസ്കരിക്കണം. അതിൻ്റെ അദബുകൾ, മര്യാദകൾ, റവാത്തിബ് സുന്നത്തുകൾ, സമയം, പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ച്, ഇതൊക്കെ ഇഖാമത്ത് സ്വലാത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കുടുംബത്തെ കൊണ്ട് നമസ്കാരം പഠിപ്പിക്കണം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ മക്കൾ തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ കാലത്ത് എന്താ വെച്ചാൽ, ഒന്ന് ദീനായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ മക്കൾ ഇപ്പോൾ പല ആളുകളും പിന്നെ പല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി കുട്ടികൾ ചേർത്തും. പക്ഷെ പലപ്പോഴും ആ സ്ഥാപനത്തിൽ
നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകാനാണല്ലോ. പല സ്ഥലത്തുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇവിടുന്നൊക്കെ മലബാറിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്ക് പിന്നെ പാലയിലും മറ്റൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജുമഅക്ക് പോകാനുള്ള അവസരം പോലും ഇല്ല. ഓലെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഇത് കിട്ടിയാൽ മതി. അപ്പം അങ്ങനെ സ്ഥിരമായി ജുമഅ പോലും നഷ്ടപ്പെടുന്ന ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ ഒരു ആത്മീയമായൊരു വെളിച്ചോന് കിട്ടണില്ല. വല്ലതും കിട്ടുന്നുണ്ടോ? ഒരു ആഴ്ചയിൽ ഖുത്ബ ജുമഅ എന്നൊക്കെ പറഞ്ഞാൽ അത് നിർബന്ധമായും ആളുകൾ കേൾക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എന്തുകൊണ്ടാ? ഫദക്കിർ ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് ഈ ഉപദേശം കിട്ടുമ്പോൾ തന്നെ നന്നാവുള്ളൂ. നിർബന്ധമായിട്ടും ഖുത്ബ ശ്രദ്ധിക്കൽ വാജിബാണ്. അത് നമ്മൾ പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഈ മലയാള ഖുത്ബ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പറയേണ്ട സംഗതി വെച്ചാൽ നമ്മൾ എന്തിനാ മലയാളത്തിൽ ഖുത്ബാക്കി ആളുകൾക്ക് മനസ്സിലാകാൻ. ഇപ്പം പലപ്പോഴും എന്താ വെച്ചാൽ മലയാളത്തിൽ ഖുത്ബ നടക്കുന്ന പള്ളികൾ പോലും പലപ്പോഴും ജുമാൻ്റെ ഇടക്ക് പല ആളുകൾ ശ്രദ്ധിക്കണില്ല. പല ആളുകൾ ജുമാൻ്റെ സമയത്ത് പിന്നെ ഖുത്ബിൻ്റെ സമയത്ത് വരുന്നില്ല. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അവസാനം സാധാരണ മസ്ജിദ് വെച്ചാലും പിടിക്കാൻ വരുന്ന അവസാനം പിന്നെ നിസ്കാരത്തിൽ കണ്ടെത്തുന്ന അവസ്ഥകൾ അതൊന്നും ഉണ്ടാകാൻ പാടില്ല. കാരണം മനുഷ്യന് ഉപദേശം കിട്ടാതിരുന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് 5 തരം നിസ്കാരം റിഫ്രഷ്മെൻറ്റ്, 5 തരം നിസ്കാരം മനുഷ്യൻ തെറ്റിപ്പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് വഅ്മുർ അഹ്ലക ബിസ്സലാ, നബിയെ താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നമസ്കാരത്തെ തൊട്ട് കൽപ്പിക്കണം. കാരണം നിസ്കാരം ഒരു മനുഷ്യൻ്റെത് റെഡിയായി കഴിഞ്ഞാൽ അത് റെഡിയാകും. ഇസ്ലാമിൽ ആദ്യം നിർബന്ധമാക്കപ്പെട്ട ഇബാദത്താണ് ഇത്, നിസ്കാരം. മനസ്സിലായില്ലേ? ആദ്യം നിർബന്ധമാക്കേണ്ട ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ പരലോകത്ത് ആദ്യം ചോദിക്കപ്പെടുന്നതിനെ പറ്റിയാണ്, നിസ്കാരത്തെ പറ്റിയാണ്. പരലോകത്തെ വിശ്വാസവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഞാൻ അമലിൽ നിന്ന് ഒന്നാമത് വിചാരണക്ക് എടുക്കണം നിസ്കാരം. എന്നിട്ട് അവിടെ വിശ്വാസം പറഞ്ഞെന്താ? ആ നിസ്കാരത്തിൽ അവൻ പാസ്സായാൽ ബാക്കിയൊക്കെ റെഡിയായി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നിസ്കാരം റെഡിയായി ബാക്കിയൊക്കെ റെഡിയാവുന്നു. കാരണം 5 നേരം കറക്റ്റാണ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഓൻ എന്തായാലും ബാക്കിയുള്ളതൊക്കെ റെഡിയായി. കാരണം ഈ നിസ്കാരത്തിൻ്റെ കാര്യം പോക്കാണെങ്കിൽ ബാക്കിയുള്ളത് തന്നെയാണ് പോക്കായിരിക്കും. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം കുടുംബത്തോട് ശ്രദ്ധിക്കാൻ പറയണം. മാത്രവുമല്ല വസ്തബിർ അലൈഹ, സ്വബറ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു എന്നർത്ഥം. എൻ്റെ ഇഫ്താല വസനാണ് വസ്തബിർ. വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ ക്ഷമിച്ച് നിൽക്കണം. അതായത് ദായിമായി സ്ഥിരമായി എന്ത് ചെയ്യണം? നിസ്കാരം കൊണ്ടുപോകണം. അതായത് നമ്മൾ സാധാരണ നാട്ടിൽ പറയുന്നത് തോന്നു മുസല്ലി എന്നറിയല്ലോ, അതല്ല. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു സബർ 3 തരം ഉണ്ട്. ആർക്കിനും ഓർമ്മ ഉണ്ട്? അസബർ സലാത്ത് അഖ്സ എന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ എന്തായിരുന്നു? അസബർ ഫി താഅത്തില്ല, അള്ളാഹുവിനെ അനുസരിക്കുന്നുള്ള ക്ഷമ. അതാണ് വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞത്. നമസ്കാരത്തിൽ നീ ക്ഷമയോടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് പ്രയാസങ്ങൾ, ചിലപ്പോൾ 5 നേരം നിസ്കരിക്കുന്നതിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ചില ജോലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും, മറ്റു ബുദ്ധിമുട്ടുകളും. അതൊന്നും പറഞ്ഞാൽ വസ്തബിർ അലൈഹ, നീ ആ നമസ്കാരത്തിൽ എന്ത് ചെയ്യണം? ക്ഷമിച്ച് നിൽക്കണം. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ക്ഷമയാണ് ഒന്നാമത്തെ ക്ഷമ. മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ വസ്തബിർ അലൈഹ എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ താങ്കൾ ക്ഷമയോടുകൂടി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാൻ എന്ത് ക്ഷമിക്കേണ്ടി വന്നാലും അത് ചെയ്യണം, ക്ഷമിക്കണം. അപ്പോൾ സമയത്ത് നിർവഹിക്കാൻ ചിലപ്പോൾ പല പ്രയാസങ്ങളുണ്ടാവും. ചില ഡ്യൂട്ടി പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളുണ്ടാവും. അതൊന്നും നീ പരിഗണിക്കരുത്. വസ്തബിർ അലിഹ, ആ നമസ്കാരത്തിൽ നീ ക്ഷമയോടുകൂടി എന്ത് ചെയ്യണം? നിൽക്കണം. നമസ്കാരത്തിൽ ക്ഷമയോടുകൂടി നിൽക്കുന്ന നമസ്കാരത്തിൻ്റെ വിഷയം നീ അത് പാലിക്കുന്നതിൽ നല്ല ക്ഷമ കാണിക്കണം. ഇതാണ് കാരണം. എന്താ വെച്ചാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൻ്റെ സമയങ്ങൾ വെച്ച് നിങ്ങൾ ശരിക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അപ്പം നമുക്കറിയാലോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമായി കൊണ്ടും എഴുന്നേൽക്കേണ്ട ഒരു സമയമാണ് ഫജ്റിൻ്റെ സമയം. ആണല്ലോ, നിർബന്ധമായി എഴുന്നേൽക്കേണ്ട ഒരു സമയമാണ് ഫജ്റിൻ്റെ സമയം. കാരണം ആ ഫജ്റിൻ്റെ സമയമാകുമ്പോൾ ഏകദേശം ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും എഴുന്നേറ്റുണ്ടാവും. പിന്നെ കടന്നുറങ്ങേണ്ട ആകെ മനുഷ്യന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ.
ശരിക്കും ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ ഒരു പ്രകൃതിയുമായി ഇണങ്ങിയതാണ്. കാരണം മനുഷ്യൻ ജീവിക്കേണ്ട പ്രകൃതിയിലാണല്ലോ. ശരിക്കും ആ സമയത്ത് മനുഷ്യന്മാർ എഴുന്നേൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഒരു സമയത്ത് നിസ്കാരം അവിടെ വെച്ചു. പിന്നെ മനുഷ്യന്മാർ ശുഗലാകണ സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജോലി തിരക്കിലേക്ക് പോകുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്തൊന്നും അത് നിസ്കാരം വെച്ചിട്ടില്ല. പിന്നെ ളുഹറിൻ്റെ സമയത്ത് അവൻ ജോലിയിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ ഒരു വിശ്രമത്തിൻ്റെ സമയം കൂടിയാണ് ളുഹറിൻ്റെ സമയം. അപ്പോൾ അവിടെ നിസ്കാരം വെച്ചു. പിന്നെ അസറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അവൻ വീണ്ടും ഒന്ന് മയങ്ങി എഴുന്നേൽക്കുന്ന സമയമാണ്. പിന്നെ പകലിൻ്റെ നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ നിസ്കാരത്തിൻ്റെ സമയങ്ങൾ. പിന്നെ രാത്രിയിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിലാണ് അള്ളാഹ് നിസ്കാരം വെച്ചിട്ടുള്ളത്. എന്നാൽ അവനൊരു പ്രയാസം തോന്നുകയാണെങ്കിലോ വസ്തബിൻ അലിയ, അവനതെന്ത് ചെയ്യണം? ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ക്ഷമിച്ചിട്ട് എന്ത് ചെയ്യണം? ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ചെയ്യണം, അവൻ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അള്ളാഹ് പറഞ്ഞ സമയത്ത് നിർവഹിക്കാൻ വേണ്ടി ഒരു ക്ഷമ നമുക്ക് എന്ത് ചെയ്യണം? ഉണ്ടാകണം. അതാണ് വസ്തബിർ അലിഹ, നീ അതിൽ ക്ഷമയോടുകൂടി നിലനിൽക്കണം. അഥവാ കുടുംബത്തോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. അതോടൊപ്പം തന്നെ പിന്നെ ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ക്ഷമ കാണിക്കുകയും ചെയ്യണം. ഇവിടെ ഈ അഹ്ലക്ക എന്ന് പറഞ്ഞതിന് ചില പിന്നെ മുഫസ്സിരീങ്ങൾ സമുദായം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ്റെ ഉമ്മത്തടക്കം എന്ന് ചില മുഫസ്സിരീങ്ങൾ അവിടെ പിന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധമായും പരിഗണിക്കേണ്ട നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആൾ, അതാണ് നമ്മുടെ അഹ്ല് എന്ന് പറഞ്ഞത്. നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് നമ്മുടെ അഹ്ലുകാർ. ആ അരിച്ചുകൊണ്ട് ഇനി ബാക്കിയുള്ളൊന്നും കൽപ്പിക്കേണ്ടെന്നല്ല, നോമ്പ് പറയണ്ട, സക്കാത്ത് കൊടുക്കാൻ പറയണ്ടെന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞു നിസ്കാരം മാത്രം പറയാൻ കാരണം എന്താ? നിസ്കാരത്തിൻ്റെ മഹത്വം, നിസ്കാരം റെഡി ആയി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റെഡിയാവും. മനസ്സിലായില്ലേ? പലപ്പോഴും എന്താ വെച്ചാൽ നമ്മുടെ ഈ ഹയർ സെക്കൻഡറിയിൽ മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ രാവിലെ 9 മണിക്ക് പോയി പലപ്പോഴും ഗവൺമെൻറ് സ്കൂളിലൊന്നും നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവില്ല. പലപ്പോഴും ഉണ്ടാവില്ല വലിയ സ്കൂളിലൊന്നും. അടുത്ത് പിന്നെ പള്ളി ഉണ്ടെങ്കിൽ പള്ളി ചിലപ്പോൾ സമസ്തക്കാർ പള്ളിക്കാരും അവിടെ പെൺകുട്ടിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല. പിന്നെ പലപ്പോഴും മഗ്‌രിബിൻ്റെ സമയത്തായിരിക്കും കുട്ടികൾ എന്ത് ചെയ്യുക? വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇത് സ്ഥിരമായി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ളുഹറും അസറും പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്? നഷ്ടപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അപ്പം അതിനെന്താ വെച്ചാൽ പരിഹാരം എന്താ വെച്ചാൽ എന്തെങ്കിലും കാണിച്ചിട്ട് നമസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉള്ള സ്ഥാപനങ്ങൾ ചേർത്താൻ കഴിയാൻ അങ്ങനെ ചേർത്താം. അതല്ലെങ്കിൽ അവരോട് നമസ്കാരത്തിൻ്റെ പിന്നെ എപ്പോഴെങ്കിലും ആ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന ഒരു ബോധം ചെയ്യണം, കൊടുക്കണം. ഇപ്പോഴത്തെ തലമുറ എന്താ വെച്ചാൽ ഒക്കെ പറഞ്ഞെങ്കിലേ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. അങ്ങനെ മോട്ടിവേഷൻ കൊടുത്ത് എന്നാലും എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് വീണ്ടും പറഞ്ഞതിൻ്റെ മേലെ പറഞ്ഞുകൊണ്ടിരുന്നാലേ അത് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വഅമുർ അഹ്ലക ബിസ്സലാത്തി. ഈ മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി. അള്ളാഹുവേ എന്നെ നീ മുഖീമസ്സലാത്താക്കണം. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം, എന്നെ നീ മുഖീമസ്സലാത്താക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കരിക്കുന്നവനാക്കണം എന്നല്ല, നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്ന, അതാണ് അഖീമുസ്സലാ എന്ന് പറയുന്നത്. അതിൻ്റെ സമയം, അതിൻ്റെ അദബ്, ഖുശൂഅ്, മര്യാദകൾ, വസ്ത്രം, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിസ്കാരം. വമിൻ ദുർരിയത്തി, എന്നെ മാത്രമല്ല എൻ്റെ മക്കളെയും നമസ്കാരക്കാരാക്കി നീ മാറ്റണമേ. അതുകൊണ്ട് വഅമുർ അഹ്ലക ബിസ്സലാത്തി, നിൻ്റെ കുടുംബത്തെയും നീ നമസ്കാരം കൽപ്പിക്കണം. അതിൻ്റെ അർത്ഥം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുക, നമസ്കാരം മറ്റുള്ള കുടുംബത്തോട് കൽപ്പിക്കുകയും ചെയ്യുക. വസ്തബിർ അലൈഹ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു റസൂൽ ലാ നസ്അലുക റിസ്ഖ, ഞാൻ താങ്കളോട് റിസ്ഖിനെ ആവശ്യപ്പെടുന്നില്ല. ഇത് 2-3 വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്വം എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീന് ആളുകൾക്ക് എന്ത് ചെയ്യുക? എത്തിച്ചു കൊടുക്കുക. ആ എത്തിച്ചു കൊടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാളുടെയും റിസ്ക് അല്ലാഹ് ബാധ്യതയാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്ക് നിർബന്ധമായിക്കൊണ്ട് റിസ്ക് കൊടുക്കണം. അതായത് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, സമുദായത്തിൻ്റെ വിഷയം. ആ സമുദായത്തിൻ്റെ വിഷയത്തിൽ സമുദായത്തിനെല്ലാം റിസ്ക് കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം അല്ലാഹ് ഏൽപ്പിച്ചിട്ടില്ല. നിന്റെ ഉത്തരവാദിത്വം എന്താണ്? ഇത് എത്തിച്ചു കൊടുക്കുക.
നിന്നോട് നാം ഒരു റിസുക്കും ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, നാം ആണ് താങ്കൾക്ക് എന്ത് ചെയ്യണത്, റിസുക്ക് തരുന്നത്. ഇവിടെ നിസ്കാരവുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിസുക്ക് ബന്ധപ്പെടുത്തി പറഞ്ഞത് വെച്ചാൽ, പലപ്പോഴും ആളുകൾ ഈ റിസ്ക്കിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ടാണ് പല ഇബാദത്തുകളിൽ നിന്നും അതുപോലെ തന്നെ പല ദീനിൻ്റെ കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക, വിട്ടു നിൽക്കാൻ നോക്കുക. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹിജറ 8ാമത്തെ വർഷം മക്ക ഫത്ഹ് ഉണ്ടായി. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിൽ ആര് ഹജ്ജ് ചെയ്തിരുന്നു? മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്തിരുന്നു, അതുപോലെ തന്നെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. ഹിജറ 8 മക്കം ഫത്ഹായി. ഹിജറ 9 അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഹജ്ജിന് പറഞ്ഞയച്ചു, ഹജ്ജ് നിർവഹിക്കാൻ പറഞ്ഞയച്ചു. ആ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കാണാം, ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബു അൽ മസ്ജിദുൽ ഹറാം ബഅദ ആമിഹിം ഹാദാ. ഈ വർഷത്തിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല? ആരും മുശ്രിക്കീങ്ങളായ ആളുകൾ ഇവിടേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല, ഹജ്ജിന് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞല്ലോ, ബഅദ ആമിഹിം ഹാദാ. സൂറത്ത് തൗബയിലെ 28ാമത്തെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖറബുൽ മസ്ജിദൽ ഹറം ബഅദ ആമിഹിം ഹാദാ. അപ്പൊ ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ചില ആളുകൾക്കൊരു പ്രയാസം. എന്താ പ്രയാസം? കാരണം ഹജ്ജിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ നല്ല കച്ചവടത്തിന്റെ സീസണാണ്. കാരണം ഹജ്ജിന് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും? മക്കയിലേക്ക് വരുമല്ലോ. അപ്പൊ നല്ല ബിസിനസ് നടക്കും, കച്ചവടം നടക്കും. മക്കാര് കാര്യമായിട്ടുള്ള വരുമാനം എന്താണ്? കച്ചവടമാണല്ലോ. അപ്പൊ ഇനി അടുത്ത വർഷം മുതൽ എന്തുണ്ടാവില്ല? കസ്റ്റമർ കുറയും. കസ്റ്റമർ എന്ത് ചെയ്യും? കുറയും. ആരും വരുള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ വരുള്ളൂ, കുറച്ചല്ലേ ഉള്ളൂ മുസ്ലിങ്ങൾ. അപ്പൊ ഇത് കുറച്ച് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കി. അതായത് ഇനിയിപ്പോൾ നമ്മൾ കച്ചവടം കുറയോ? കാര്യമായിട്ട് ഹജ്ജിന്റെ സീസണിലാണ് കച്ചവടം കിട്ടുക. കാരണം ലോകത്തിന്റെ ആളുകൾ വന്ന് ഹജ്ജിന് നിർവഹിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഈ സംസാരം സഹാബത്തിനിടയിൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ വരുന്ന ആയത്ത്, വഇൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളിഹി. ഇനി മുശ്രിക്കീങ്ങൾ ഈ മസ്ജിദുൽ ഹറാമിന്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ദാരിദ്ര്യം ഭയപ്പെടാൻ പാടില്ല. അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളിഹി. ഐലത്ത് എന്ന് പറഞ്ഞാൽ ഫഖർ, ദാരിദ്ര്യം. ഫഇൻ ഖിഫ്തും ഐലതൻ, നിങ്ങൾക്ക് ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തഫ്സീറിൽ കാണാം, ഇനി കച്ചവടം ഉണ്ടാവില്ലല്ലോ, കച്ചവടം പൂട്ടിപ്പോവില്ലേ, നമ്മൾ വരുമാനം പൊട്ടൂലേ എന്നത് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളിഹി. അള്ളാഹ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹിന്റെ ഫضലുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ ഇബാദത്ത് എടുത്തു എന്നതുകൊണ്ട് നിങ്ങൾ റിസ്ക് എന്ത് ചെയ്യൂല? മുട്ടൂല. അതവിടെ പറഞ്ഞു. നിസ്കാരം പറഞ്ഞ ഉടനെ തന്നെ റിസ്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ, പലപ്പോഴും നിസ്കാരത്തിന് തടസ്സം എന്തായിരിക്കും? റിസ്കായിരിക്കും. പലപ്പോഴും ആളുകൾ നമസ്കാരം കറക്റ്റ് സമയത്ത് നിർവഹിക്കാതിരിക്കാനുള്ള തടസ്സം എന്താണ്? ഒരു റിസ്കിന് മശ്ഗൂലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇന്ന റിസ്ക് ഒക്കെ ഉണ്ട്, ഞാൻ എനിക്ക് റിസ്ക് തരുന്നുണ്ട്, നിസ്കാരം കറക്റ്റ് എന്ത് ചെയ്തോ, നിർവഹിച്ചോ. പലപ്പോഴും ഇതൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, ഇപ്പം ഇനിയിപ്പോൾ ഓണം മറ്റൊക്കെ വരാൻ പോകണല്ലോ. അപ്പം നമ്മളെന്താ വെച്ചാൽ പല ഓഫറുകളും പല ആളുകളും കൊടുക്കും. അപ്പം നമ്മളും കൊടുക്കും ഓഫർ. അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മളെ ചിന്ത ഇബിലീസ് തരുന്നത് വെച്ചാൽ, ഇജ്ജ് മാത്രം ഓഫർ കൊടുക്കാൻ എൻ്റെ കച്ചവടം പൂട്ടൂലേ, നഷ്ടാവൂലേ. അപ്പോൾ അവിടേക്ക് ഈ ആയത്തെ നമുക്ക് ഓർമ്മയുണ്ട്. അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നു, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹ് എന്ത് ചെയ്യും? യുഗ്നികുമുല്ലാഹു മിൻ ഫളിഹി. നിങ്ങളുടെ കച്ചവടം മുട്ടൂല, നിങ്ങൾക്ക് റിസ്ക് നഷ്ടപ്പെടൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എന്ത് ചെയ്യും?
റിസ്ക് നൽകും. അതേപോലെ തന്നെ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേറെയും ഒരുപാട് റിസ്കുകൾ കൊടുത്തു. പിന്നെ കച്ചവടത്തിൽ ബർക്കത്ത് കൊടുത്തതിൻ്റെ തഫ്സീറിൽ കാണാം. അതിനുശേഷം ഹജ്ജിന് സീസൺ സാധാരണ മഴകൾ പെയ്യും. അപ്പോൾ നല്ല എന്ത് ചെയ്യും, കൃഷി കാര്യങ്ങളൊക്കെ വളരും. അള്ളാഹു അതിന് ഒരു ബദലിവിടെ കുറച്ചാൽ അപ്പുറത്തും എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നിസ്കാരത്തിൻ്റെ വിഷയമാണെങ്കിലും ഇപ്പം ഈ നിസ്കാരത്തിൻ്റെ സമയം കണ്ടാകുമ്പോൾ ഒരു ശുഗല് വരും, പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും ഉണ്ടാവും. അതായത് ഈ പ്രത്യേകിച്ച് മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ അപ്പം കാണാൻ ഒരു കുട്ടികളെ ശുഗലും മറ്റേ ശുഗലൊക്കെ പാടം കണ്ട്, അത് യഥാർത്ഥത്തിൽ ഒരു പരീക്ഷണമാണ്. മനസ്സിലായില്ലേ? പിന്നെ അതായത് നമ്മൾ ഒരു നന്മ ചെയ്യാൻ അങ്ങോട്ട് ഒരുങ്ങി നിൽക്കുമ്പം, അല്ലെങ്കിൽ തിന്മ ചെയ്യാനൊരു സാഹചര്യങ്ങൾ മുമ്പേക്ക് വന്നിട്ട് ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പരീക്ഷിക്കും. പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ വിഷയമാണ് കൂടുതൽ പരീക്ഷിക്കുക. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, പിന്നെ യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നക്കും, ഞാൻ മുമ്പോടെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സൂറത്ത് മാഇദയിൽ തന്നെ അള്ളാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നക്കും അല്ലാഹു ബിശൈഇൻ മിന സ്വൈദി തനാലു അയ്ദീകും വരിമാഹുക്കും ലിയഅലമ അല്ലാഹു മൻ യഖാഫു ബിൽ ഗൈബ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മ, ഒന്നുകൂടി പറയാം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ എന്ത് പാടില്ല, വേട്ട പാടില്ലല്ലോ. ഇഹ്റാമിൽ എന്ത് പാടില്ല, വേട്ടയാടാൻ പാടില്ല. അപ്പം അള്ളാഹ് പറയാണ്, നിങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വേട്ട മൃഗങ്ങളെ ഞാൻ കൊണ്ടുവരും. എവിടെ കൊണ്ടുവരുന്നറിയോ? നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. തനാലുഹു ഐദീക്കും വരിമാഹുക്കുന്ന, നിങ്ങളുടെ കൈയോണ്ട് ഇങ്ങനെ, മാനൊക്കെ കൈയോണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. വരിമാഹുക്ക് അല്ലെങ്കിൽ അമ്പെയ്ത് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അങ്ങനല്ല, യബ്ലുവന്നക്കുന്നാർ, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് എന്താ വെച്ചാൽ, പിന്നെ നമ്മളിപ്പോൾ ഇത് സ്വീകരിച്ചാൽ ഇപ്പം നമുക്ക് നഷ്ടം വരുമോ? അപ്പോൾ ഒരു പരീക്ഷണമാണ്. അല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്യാൻ നമുക്കിങ്ങനെ അവസരം മുമ്പ് കള്ളങ്ങനെ ഇട്ട് തരാണ്. എന്തിനു വേണ്ടിയാണ്? ലിയഅലമല്ലാഹു മൻ യഖാഫു ബിൽ ഗൈബ്, ഗൈബിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാണ് ഭയപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേ പരീക്ഷണമാണ് ബനൂ ഇസ്രായേലിന് അല്ലാഹ് കൊടുത്ത്. തോറ്റില്ലേ? അതേ പരീക്ഷണം ഞമ്മക്കുണ്ടാവുന്ന യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ച് അല്ലാഹ് പറഞ്ഞു, ലിയബ്ലുവന്നക്കുമുല്ലാഹു ബിശൈഇൻ മിന സ്വൈദി തനാലു അയ്ദീകും വരിമാഹുക്കും ഫമൻ ഇഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. അങ്ങനെ അള്ളാഹിൻ്റെ പരീക്ഷണത്തിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ ഓന് വേദനാജനമായ ശിക്ഷ ഉണ്ട്. അപ്പം നിസ്കാരത്തിൻ്റെ വിഷയം പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ആ സമയത്തൊരു ശുഗല് ചിലപ്പോൾ എന്ത് ചെയ്യും, ഉണ്ടാവും. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇത് റിസ്ക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും ഉണ്ടാകുക. നമ്മുടെ കച്ചവടം നമ്മളൊക്കെ ഈ ഹറമിലൊക്കെ പോയൊക്കെ കാണാം, ഹറമിൽ നിസ്കാരം നടക്കുന്നുണ്ടാവും, തൊട്ടപ്പുറത്തും കാണാം ആളുകൾ, ഓൻ്റെ ജോലി ഇതാണ്, ഓന് പിന്നെ എന്താ പറയുക, എന്തായാലും മറ്റേ സാധനത്തിന് എന്താ പറയുക, ഷവർമ ഗീസുണ്ടാവും, മറ്റുണ്ടാവും. അപ്പോൾ ഓന് ഹറമിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടും ഒരു ഹറമിലെ ജമാഅത്തിന് കൂടാൻ തൗഫീഖില്ല. ആലോചിച്ച് നോക്കണം. നിങ്ങൾ ആലോചിച്ച്, ആളുകൾ മനസ്സിൽ കൊതിക്കുകയാണെന്ത്, പഠിച്ചവനെ ഹറമിൽ നിസ്കാരത്തിന് വേണ്ടി കൊതിക്കാൻ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അതൊരു അപ്പം നമുക്ക് കച്ചവട ജോലി, അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പറയണേ, നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത് വെച്ചാൽ നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിലും ഇത് കിട്ടുകയാണെങ്കിലും പഠിച്ചവനെൻ്റെ ഇബാദത്തുകൾക്കും കാര്യങ്ങൾക്കും തടസ്സമില്ലാത്ത രീതിയിൽ നീ എനിക്കത് അത് തെർത്തീബാക്കി തരണം നമ്മൾ പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് ചെയ്തു തരും, ഉറപ്പാണ്. അത് യാതൊരു സംശയവുമില്ല. നമ്മൾ ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നുള്ള പറഞ്ഞല്ലോ, ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ എന്ത് ചെയ്യും, തരും. അള്ളാഹ് തരും എന്ന് പറഞ്ഞാൽ നമ്മൾ തരും എന്ന് പറഞ്ഞല്ലോ, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാണ്. പിന്നെ അതല്ല, ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നാ അള്ളാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അപ്പോൾ നമ്മൾക്ക് എന്താ വെച്ചാൽ നല്ല ജോലി ഇട്ടാണെങ്കിലും ഇത് കിട്ടുകയാണെങ്കിലും നമ്മുടെ ഇബാദത്തുകൾക്കും നമ്മുടെ കാര്യങ്ങൾക്കും തടസ്സമില്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹിനോട് ദുആ ചെയ്യണം. അപ്പോൾ അള്ളാഹിനനുസരിച്ചുള്ളത് ഒരു തർത്തീബ് എന്ത് ചെയ്യും, നമുക്കവിടെ ആക്കിത്തരും. അതുകൊണ്ടാണ് ഇവിടെ ഈ നിസ്കാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ലാ നസ്അലുക റിസ്ഖ, നാം ഒരിക്കലും താങ്കളുടെ റിസ്ഖിനെ ചോദിക്കുന്നില്ല, വനഹ്നു നർസുഖ, നാം താങ്കൾക്ക് റിസ്ഖ് നൽകുകയാണ്.
അതുകൊണ്ട് നബി നിങ്ങൾ എന്ത് ചെയ്യണ്ട, എനിക്ക് റിസ്ക്കൊന്നും തരേണ്ടതില്ല. ഇപ്പം നിങ്ങൾ ജുമുഅയുമായി കൊണ്ട് ബന്ധപ്പെട്ട് അള്ളാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. കച്ചവടം എന്ത് ചെയ്യണം? ഒഴിവാക്കണം. കാരണം ആ കച്ചവടത്തേക്കാൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രാധാന്യം എന്താണ്? പിന്നെ ജുമുഅയാണ്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വൽ ആഖിബത്തു ലിത്തഖ്വ. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ പര്യവസാനം. തഖ്വക്കാണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്. അപ്പോൾ ഇതൊക്കെ തഖ്വൻ്റെ ഭാഗമാണ്. ഇത് നിസ്കാരം കറക്റ്റ് സമയത്ത് നിർവഹിക്കുക, അതന്നെ ഏറ്റവും വലിയ തഖ്വ. ആ തഖ്വക്കാണ് ആഖിബത്ത് ഉണ്ടാകുക. അപ്പം നിസ്കാരം നമ്മൾ തെറ്റിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിസ്കരിക്കാതെ നമ്മൾ ചെയ്യുന്ന ജോലി, നിസ്കാരം മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണികളൊന്നും എന്തുണ്ടാവില്ല? ആഖിബത്ത് ഉണ്ടാവില്ല. ആഖിബത്ത് എന്ന് പറഞ്ഞിട്ട് പര്യവസാനം എന്തായിരിക്കും? മോശമായിരിക്കും. സംഗതി തൽക്കാലം പൈസക്ക് ഉണ്ടാവും, പക്ഷെ ആ പൈസക്ക് എന്തുണ്ടാവില്ല? ഒരു ബർക്കത്തുണ്ടാവില്ല. അതാണ് വൽ ആഖിബത്തു ലിത്തഖ്വത്തിനാണ് ശാശ്വതമായൊരു നല്ലൊരു പര്യവസാനം ഉണ്ടാകുക. നേരെ മറിച്ച് എൻ്റെ ഇത് മുട്ടിപ്പോവും, അങ്ങോട്ട് മുട്ടിപ്പോവും, ഇങ്ങോട്ട് മുട്ടിപ്പോവും, എനിക്ക് അങ്ങനെ ആയിപ്പോവും, ഇങ്ങനെ ആയിപ്പോവും എന്ന് പറഞ്ഞാൽ അതിന് ആഖിബത്ത് ഉണ്ടാവില്ല. വൽ ആഖിബത്തു ലിത്തഖ്വ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ആയത്താണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും ദുനിയാവിലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, പരലോകത്തിലേതായാലും നഷ്ടപ്പെടാനില്ല. അതേസമയത്ത് തഖ്വയില്ലാത്ത ജീവിതമാണെങ്കിൽ ദുനിയാവിലും ഒരുപാട്, നമുക്ക് മുമ്പ് പറഞ്ഞല്ലോ ഫൈനല്ലഹു മഈശത്തൻ ലങ്ക, അവനെന്തുണ്ടാവും? കുടുസുള്ള ജീവിതം ഉണ്ടാകുക. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ദീന് നമ്മുടെ ദുനിയാവിന് എന്തല്ല? തടസ്സമല്ല. അങ്ങനെ തടസ്സം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിൻ്റെ തോന്നിപ്പിക്കലാണ്. നമ്മൾ ആലോചിച്ച് ദീനുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ദീന് പിന്നെ ഒന്നിനും തടസ്സമില്ലല്ലോ. ദീനൊന്നിനും തടസ്സമില്ലെന്ന് പറഞ്ഞാൽ ഏത് ജോലിയാക്കി എടുക്കാം, ദീന് തടസ്സമല്ല. അള്ളാഹ് ഹലാലാക്കി ഏത് ജോലിയൊക്കെ എടുത്തൂടെ. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രയും സമ്പാദിച്ചൂടെ. സമ്പാദിക്കുന്ന വല്ല ഹദ്ദും അള്ളാഹ് വെച്ചോ? ഇത്രയോ സമ്പാദിക്കാൻ പാടുള്ളൂ, എത്ര സമ്പാദിക്കുക. ഒരു മനുഷ്യന് കോടീശ്വരനാണെന്ന് കുഴപ്പമില്ല, പക്ഷെ എന്ത് ചെയ്താൽ മതി? ഹലാലായ മാർഗത്തിലൂടെയാണോ സക്കാത്ത് കൊടുക്കണം. ഹലാസ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ദീന് എന്ന് പറയുന്നത് ഒരിക്കലും തടസ്സമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ എന്തില്ല ഒരാളുടെയും പിന്നെ ദുനിയാവ് എന്ത് ചെയ്തിട്ടില്ല? തടഞ്ഞില്ല. അതുകൊണ്ടാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ദുനിയാവ് എന്ത് ചെയ്യണം? നമുക്ക് വേണമല്ലോ, ദുനിയാവും വേണം, ആഖിറും വേണം. അപ്പം അതുകൊണ്ടാണ് വൽ ആഖിബത്തു ലിത്തഖ്വ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തഖ്വക്കാണ് പര്യവസാനം. അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി വെച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് വസ്ത്രധാരണ രീതിയിലൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ ധിക്കരിക്കാൻ ട്രെൻഡ് ഇപ്പം ഇങ്ങനെ കൂടി വരികയാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കണ കാലത്ത്, സ്കൂളൊക്കെ പഠിക്കണ കാലത്ത് ഏതെങ്കിലും കുട്ടികൾ മുഖത്ത് പുട്ടിട്ട് സ്കൂൾക്ക് പോകലുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം മുഖത്ത് പുട്ടിടാതെ ഏത് കുട്ടികളാണ് സ്കൂൾക്ക് പോണത്? ഒന്നും പോണില്ല. ഒക്കെ ബ്യൂട്ടി പാർലറൊക്കെ പോയി, അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി ആ കണ്ണാടിൻ്റെ മുമ്പിൽ അരമണിക്കൂറൊക്കെ നിന്ന് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യണത്? പോണത്. ആരാണെന്നാ? അപ്പം ഇതൊക്കെ എന്താ വെച്ചാൽ ദീനിൻ്റെ നിയമങ്ങൾ ആ ദീനിൻ്റെ ഉള്ളിൽ നിന്നാൽ എന്തൊക്കെ ചില സംഗതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒരു കുറച്ചിലുണ്ടോയെന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ് നമ്മളെ ഇപ്പോഴത്തെ ആധുനിക തലമുറ. ഒരു ദീനിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് അടിച്ചു പിടിക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ എന്ത് ചെയ്യണം? ഇത് പുറത്ത് കടന്നാലേ നമുക്കൊന്നും ഇങ്ങോട്ട് പിന്നെ അടിച്ചു പിടിക്കാൻ കഴിയുള്ളൂ എന്നതാണ്. അതാണ് വൽ ആഖിബത്തു ലിത്തഖ്വ എന്ന് പറയുന്നത്. തഖ്വ ഉണ്ടെങ്കിലേ നല്ല ആഖിബത്ത് ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ആ ജീവിതത്തിൽ തഖ്വക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. ഇനി അള്ളാഹ് പറയാണ് വഖാലു. അപ്പം ആ വിഷയം അവിടെ അവസാനിപ്പിച്ചിട്ട് വേറൊരു വിഷയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കടക്കാണ്. വഖാലു, ഈ മക്കത്തെ മുശ്രിക്കുകളും അതുപോലെ തന്നെ പ്രവാചകന്റെ എതിരാളികളും പറയാം ലൗലാ യഅ്തിന ബിആയത്തിൻ മിർ റബ്ബി. എന്തുകൊണ്ടാണ് ലൗലാ യഅ്തിന, അദ്ദേഹം നമുക്ക് കൊണ്ടുവരുന്നു തരുന്നില്ല, ബിആയത്തിൻ ഒരായത്ത്, മിർ റബ്ബിഹി അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ. അവിടെ പ്രയോഗം നോക്കണം, അദ്ദേഹത്തിൻ്റെ റബ്ബാണ് അദ്ദേഹം വാദിക്കുന്ന ഒരാളിൽ നിന്ന്, ആ റബ്ബിൽ നിന്ന് എന്തുകൊണ്ടൊരായത്ത് ഞങ്ങൾക്ക് അയാൾ കൊണ്ടുവരുന്നില്ല? റസൂലുള്ളാഹിനോട് പറയാൻ
നിങ്ങൾ ആലോചിക്കണം, ഈ കണ്ട ഖുറാനും ഈ കണ്ട ആയത്തുകൾ മുഴുവനും കിട്ടിയിട്ട് പിന്നെ ചോദിക്കണം എന്താണ്, എന്താ പിന്നെ ആയത്തുനിന്ന് കിട്ടാത്തത്? അപ്പൊ കിട്ടിയതൊന്നും ആയത്തല്ലേ? കിട്ടിയതൊക്കെ ആയത്താണ്. ഇത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്. എന്താ വെച്ചാൽ ഒരു തെളിവ് കൊടുത്താൽ പറയും അതല്ല വേറെ തെളിവാണെന്ന് പറയും. വേറെ തെളിവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കത്ത് മുശ്രിക്കുകൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും ചോദിച്ചല്ലോ. അപ്പോൾ പറഞ്ഞു ചന്ദ്രനെ പിളർത്തണം. എന്നായിക്കോട്ടെ, ചന്ദ്രനെ പിളർത്തി കാണിച്ചു തരാം. അപ്പൊ ചന്ദ്രനെ പിളർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? അതസീർ, ഇത് നല്ല ഒന്നാമതൊരു മാജിക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ആയത്തുകൾ എന്ത് കൊടുത്താലും മക്കത്തെ മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് അല്ലാഹു ഖുർആൻ ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്ന് ചോദിച്ചു. അത് നമ്മളെ ചേകനൂർ മൗലവി എടുത്തുകൊണ്ട് ഹദീസ് നിഷേധിക്കാൻ വേണ്ടി തെളിവാക്കി. ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ എന്ന് ചോദിച്ചു. അതായത് ഈ ഖുർആൻ ഇത്രയും ആയത്ത് നിങ്ങൾക്ക് തന്നിട്ട് ഇനി ആയത്ത് പറഞ്ഞ് ഇനി ഏതായത്തിട്ട് ഞങ്ങൾ വിശ്വസിക്കുക? ഇത്രയും വ്യക്തമായ ഖുർആന്റെ വചനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഇത് ഈ വചനങ്ങൾ ഉണ്ടായിട്ടും വിശ്വസിക്കാത്ത നിങ്ങൾ ഇനി എന്ത് കിട്ടിയാലാണ് വിശ്വസിക്കുക എന്നുള്ള ചോദിക്കണേ. അത് മൂപ്പരെന്താക്കി? ഈ ഖുർആൻ എടുക്കാതെ നിങ്ങൾ ഏത് ഹദീസാണ് എടുത്തിക്കണത് എന്നാക്കി പറ്റും. അപ്പൊ പോലെ വാദപ്രകാരം തന്നെ പൊളിവാണ്. കാരണം മൂപ്പര് വാദിക്കണം എന്ന് വെച്ചാൽ ഹദീസ് നബിന്റെ കാലത്തിൽ 2 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്നതാന്നാ. ശേഖനൂരികളെ വാദം വെച്ചാൽ ഹദീസൊന്നും നബിന്റെ കാലത്തില്ല, അത് ഇമാം ബുഖാറിന്നും ഇമാം മുസ്ലിം നെയ്സാബൂരിൽ നിന്നൊക്കെ വന്നിട്ട് കെട്ടിപ്പുട്ടിണ്ടാക്കിയതാണ് ഹദീസ് എന്നാണല്ലോ. അപ്പൊ ഈ ആയത്ത് പ്രകാരം ഈ ആയത്ത് പറഞ്ഞ ഹദീസ് പിന്നെ ഏതാ? അപ്പൊ ഈ ആയത്ത് പ്രകാരം ശരിക്കും എന്താ വെച്ചാൽ സഹാബത്ത് എന്ത് ചെയ്യണം? ഖുറാന്റെ ഒരു വാത്തൊക്കെ മാറ്റിച്ച് നബിന്റെ ഹദീസുകൾ ഇങ്ങനെ കൂടി ഹദീസ് മാത്രം എടുത്ത് അപ്പൊ ഖുറാനൊക്കെ ഒഴിവാക്കിയപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കിയത്. നിങ്ങൾ എന്ത് ഹദീസ് എടുക്കണത്? ഖുറാനിന് കഴിഞ്ഞിട്ട് ഖുറാൻ എടുക്കാതെ നിങ്ങൾ ഹദീസ് എടുക്കണോ എന്നാണ് ചോദിക്കുക വാദപ്രകാരം. അതായത് അല്ലല്ലോ ഉദ്ദേശം. അപ്പൊ എന്ത് ആയത്ത് കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കാൻ തയ്യാറാകുമല്ലോ. അത് അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ കാരണം ഒരു സംഗതി വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹിന്റെ തൗഫീഖ് എന്ത് ചെയ്യണം? ഉണ്ടാണ്. ഇന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വ ഖൽബിന, ഒരു മനുഷ്യന്റെയും ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെയും ഇടയിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മറ വെച്ചിട്ടുണ്ട്. ആ മറ കണ്ട് നീങ്ങിയാലേ എന്ത് ചെയ്യുള്ളൂ? ഇതിൻ്റെ ഉള്ളിലേക്ക് ലൈറ്റാണ്ട് കയറുള്ളൂ. അല്ല അപ്പൊ ഈ ആയത്തെ ദിവസമൊക്കെ ഇപ്പൊ നമ്മളെ മൂല്യന്മാരും ശേഖന്മാരൊക്കെ കാണാഞ്ഞിട്ട ഇല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ അതിന് അള്ളാഹിന്റെ തൗഫീഖ് കൂടിയ മനുഷ്യന് ആവശ്യമാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ, ഹൃദയത്തിന്റെ മറ എന്ത് ചെയ്യണം? അള്ളാഹു നീക്കണം. ഞാൻ അവിടെ പറയാൻ വിട്ടുപോയൊരു സംഗതി എന്താ വെച്ചാൽ, തഖ്വയുടെ താരീഫ് പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് വലാഖിബത്തുൽ തഖ്വ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ സാധാരണ പിന്നെ ഓൻ നല്ല തഖ്വ ഉണ്ട് പറയും. നമ്മളെ പിന്നെ തഖ്വ എന്ന് പറഞ്ഞാൽ പുറത്ത് ഓൻ്റെ ഇസ്ലാമികമായിട്ടുള്ള ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഓൻ്റെ ഉള്ളെന്തീക്കാരം മോശമായിരിക്കും, അല്ലെങ്കിൽ ഓൻ്റെ സാമ്പത്തിക രംഗം മോശമായിരിക്കും, അല്ലെങ്കിൽ ഓൻ്റെ രഹസ്യജീവിതം മോശമായിരിക്കും. അപ്പൊ തഖ്വ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ ഒന്നെന്താ വെച്ചാൽ, ഒന്നാമത്തെ ഷർത്ത് വിഖായത്തുൻ നഫ്സി അനി ശിർക്ക് എന്ന. അതായത് വിഖായത്തുൻ നഫ്സി അനി ശിർക്ക്, ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഒരാൾക്ക് തഖ്വ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? ശിർക്കിൽ നിന്ന് അയാൾ തൻ്റെ നഫ്സിനെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പൊ ശിർക്കുള്ളവൻ എന്തുണ്ടാവില്ല? തഖ്വ ഉണ്ടാവില്ല. അപ്പൊ ഇനി ശിർക്ക് ചെയ്യുന്നവൻ ഇനി എത്ര നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ഹജ്ജ് ചെയ്തിട്ടും കാര്യമില്ല, അവനെന്തുണ്ടാവില്ല? രണ്ടാമത്തെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കാര്യം വിഖായത്തു നഫ്സി അനി ശിർക്കി വൽ അമാലി സയ്യിഅ, അതായത് മോശമായ കാര്യങ്ങൾ, വൽ അമാലി സയ്യിഅത്തി ലാഹിറത്തൻ വബാത്തിനത്തൻ, ലാഹിറത്തൻ വബാത്തിനത്തൻ എന്ന് പറഞ്ഞാൽ രഹസ്യവും പരസ്യവുമായ തിന്മകളിൽ നിന്നും അയാൾ എന്ത് ചെയ്യണം? സ്വന്തം നഫ്സിനെ സംരക്ഷിക്കണം. അപ്പോഴൊരാൾക്ക് തഖ്വ ഉണ്ടാവും. എന്നാലും തഖ്വ ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു നിബന്ധന എന്താ വെച്ചാൽ വൽ മുവാളബത്തു അലൽ അമാലിൽ ഹസന എന്നാണ്. അതായത് നന്മകൾ എന്ത് ചെയ്യണം? സ്ഥിരമായി ചെയ്യും വേണം. തിന്മയിൽ നിന്ന് മാറി നിന്നാൽ മാത്രം പോരാ.
ഓന് കള്ളുടിക്കണില്ല, നോമ്പ് വെക്കണില്ല, ഒന്നും ചെയ്യില്ല, നിസ്കരിക്കണില്ല. കള്ളുടിക്കണില്ല, നോമ്പ് വെക്കണില്ല, അല്ല പിന്നെ കള്ളുടിക്കണില്ല, സിഗരറ്റ് വലിക്കണില്ല, കഞ്ചാവ് വലിക്കണില്ല, ഒക്കെ വല്ല ഉഷാറാ. പക്ഷെ എന്തുമില്ല, നിസ്കാരമില്ല. അതൊക്കെ ഉണ്ടാവോ? അപ്പോൾ ഓന് ഇതുണ്ട്. ഏത്? ആദ്യം പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ശിർക്കുമില്ല, അതുപോലെ തന്നെ തോന്നിയാസമില്ല. പക്ഷെ എന്തില്ല? അമലുസാലിഹാത്തില്ല. അപ്പൊ അമലുസാലിഹാത്ത് സ്ഥിരമായി ചെയ്യുകയും അതോടൊപ്പം തിന്മകളിൽ നിന്നും ശിർക്കിൽ നിന്നും എന്ത് ചെയ്യണം? ഒരാൾ രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾക്ക് എന്തുണ്ടാവുള്ളൂ? തഖ്വ ഉണ്ടാവും. അതാണ് യഥാർത്ഥ തഖ്വ എന്ന് പറഞ്ഞത്. അല്ലാതെ ഇപ്പൊ ജാറത്ത് പോയി കണ്ട് ചില ആൾക്കാർക്ക് ജാറത്ത് പോയിട്ട് ഭയങ്കര തഖ്വ ഓടിറ്റു എന്ന് പറഞ്ഞാൽ അത് തഖ്വല്ല. കാരണം എന്താ? ശിർക്ക് ചെയ്തുകൊണ്ട് എന്തുണ്ടാവില്ല? തഖ്വ ഉണ്ടാവില്ല. മനസ്സിലല്ലേ? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് ശരിക്ക് ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയ തിന്മ. പക്ഷെ ഇന്നിപ്പോ ആ തിന്മ വ്യഭിചാരമൊക്കെ വലിയ തിന്മയാണ് ഇപ്പൊ ഇന്ന്. ഇപ്പൊ പത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലല്ലോ. അപ്പൊ വ്യഭിചാരം വലിയ തിന്മയാണ്. പക്ഷെ വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയാണ് അത് ശിർക്ക്. പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കണ്ടോ? മനസ്സിലാക്കണില്ലല്ലോ. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച്, ശിർക്കിനേക്കാൾ ലോകത്ത് ഏറ്റവും വലിയൊരു വിഡിത്തം ലോകത്ത് വേറുണ്ടോ? നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പൊ നമ്മളെ മരിച്ചുപോയ ഔലിയാക്കന്മാരെ വിളിച്ച് പാത്തി ഒരു വലിയ മരിച്ചു നോറ്റിക്കൂടി. ആ വലിയ മരിച്ചാൽ നമ്മൾ അയാൾ എന്ത് ചെയ്യും? കട്ടുമ കടത്തും. അയാളൊറ്റ കിടക്കൂല. നമ്മളെന്ത് ചെയ്യണം? കയ്യും കാലും പിടിച്ച് അയാളെ കട്ടുമ കടത്തി താടിയും കാലൊക്കെ കെട്ടി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? കുളിപ്പിക്കണം. നമ്മൾ കുളിപ്പിക്കണം. അയാൾ കുളിപ്പിക്കോ? ലോകത്താരെങ്കിലും നിങ്ങളാരും കുളിപ്പിക്കണ്ട, ഞാൻ കുളിച്ചോളെന്ന് അറിയാം, ഏതെങ്കിലും വലിയ ഉണ്ടോ? അപ്പം അയാളെ നമ്മൾ കുളിപ്പിച്ച് അയാൾക്ക് നടക്കാൻ കഴിയൂല, അയാളെ കട്ടുമലേറ്റി അയാളെ കബറിൽ കൊണ്ടുപോയി നമ്മളെ നിറക്കിച്ച്, അയാളെ സ്വന്തം ഇറങ്ങൂല, അയാളെ നിറക്കിച്ച് മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ പിന്നെന്തായി? പടച്ചോനെ ഈ മനുഷ്യന്മാരെക്കാട്ടിലും പവർ ഒപ്പരെ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. അപ്പൊ അതുവരെ മൂപ്പർക്ക് ഒരു പവറും ഇല്ല. അവിടെ കൊണ്ട് എത്തിയപ്പോൾ എന്ത് ചെയ്ത്? പവർ കൂടി. ഇനി നിങ്ങൾ ആലോചിക്ക്, ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരുടെ അവസ്ഥ. ഈ വിഗ്രഹങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ, കണ്ടു നിങ്ങൾ? അപ്പൊ പടച്ചോനെ പൈസ കൊടുത്ത് വാങ്ങുക. അവൻ പറയാം ഇതെത്ര? 250 റുപ്യ. 150 റുപ്യക്ക് തരുമോ? ഇല്ലെന്നാ 100 റുപ്യ കുടിച്ചോ. അപ്പൊ സ്വന്തം ദൈവത്തെ എന്ത് ചെയ്യുക? പൈസ കൊടുത്ത് വാങ്ങുക. നിങ്ങൾ ആലോചിക്കാൻ, പടച്ചോനെ പൈസ കൊടുത്ത് വാങ്ങാണ്. ഇതിനേക്കാൾ വലിയ ഇങ്ങോട്ട് നമ്മളെന്ത് ചെയ്യുക? നമ്മൾ കീശയിലിട്ട് കൊണ്ടുപോയിക്കാണ്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പേക്ക് പവർ ഓടി. പിന്നെ നമ്മളെന്ത് ചെയ്യണം? ശരിക്കും ഇതാണല്ലോ ലോകത്ത് ഏറ്റവും വലിയൊരു പൊട്ടത്തരം എന്ന് പറയുന്നത്. ശിർക്കാണല്ലോ. ശിർക്കിനേക്കാൾ വലിയ പൊട്ടത്തരം വേറില്ലല്ലോ. പക്ഷെ അതെന്ത് ചെയ്യണില്ല? ആളുകൾ ഒരു തിന്മയായിട്ട് കാണുന്നില്ല. അതിന് താഴെയുള്ളതൊക്കെ വലിയ തിന്മയായിട്ട് കാണുള്ളൂ. അത് ശരിക്കും ഇബ്ലീസിൻ്റെ ഒരു കണിയാണ്. ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരാൾക്ക് ശിർക്ക് തഖ്വ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടാൻ പാടില്ല? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശിർക്കിൻ്റെ ഒരംശം പോലുമില്ലാതെ എന്താണ് ഹദീസിൽ കാണാം, മൻ യഅതി യൗമൽ ഖിയാമത്തി ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. ഖിയാമത്ത് നാളിൽ ഒരാൾ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് വരികയാണ്, അയാളൊരു പൊടി പോലും ശിർക്ക് ചെയ്തിട്ടില്ല, ശിർക്കിൻ്റെ ഒരു പൊടി പോലും അയാളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദഖലൽ ജന്ന. പക്ഷെ ശിർക്കിൻ്റെ പൊടി ഉണ്ടാവുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം പറഞ്ഞല്ലോ, ഹത്താ തലാഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. മുശ്രിക്കീങ്ങളുമായിട്ട് എന്ത് ചെയ്യും? കൂടിച്ചേരുന്നത് മാത്രമല്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇപ്പം ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് പായസം കൊടുക്കണാരാ? മാപ്പിളായാതി. പിന്നെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ? അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറയും ചെയ്യുക. എന്നിട്ട് അള്ളാഹു അല്ലാതെ ഇലാഹാക്കപ്പെടുന്നവരുടെ ആഘോഷങ്ങൾക്ക് എന്ത് ചെയ്യുക? പായസം കൊടുക്കും ചെയ്യുക. വിഗ്രഹങ്ങളെ പച്ചയായി ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവും എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പൊ പടച്ചോൻ അത് ഇപ്പൊ ഇന്ന് പാട്ട് വേറെ ഇറങ്ങിയാണ് കേട്ടോ. ഞങ്ങള് ഇന്നിപ്പോ തന്നെ മടവൂർ തന്നെയാണ് പടച്ചോന്ന് നമ്മൾ സാധാരണ പറയുന്നത്, നമ്മൾ കുത്തി തിന്നറില്ലേ, അതേപോലെ പിന്നെയും വാശിക്കും വേണ്ടി ഇറക്കി പടച്ചോൻ തന്നെയാണ് മടവൂർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇറക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഖൗമിന്
അള്ളല്ലാതെ വേറെ പടച്ചോ ഇല്ലട്ടോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് റസൂലുള്ളാഹിക്ക് വരെ വന്നിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, മക്കത്തെ മുശ്രിക്കിനെ ദേവത്തെടുത്തപ്പോൾ ഈ ഗതികേട് നബിക്കുന്നാണോ? അള്ളല്ലാത്തൊരു പടച്ചോണ്ടിട്ടോ അല്ല അള്ളല്ലാത്തൊരു പടച്ചോല്ലട്ടോ എന്ന് പറഞ്ഞ് അബൂജഹൽ പഠിപ്പിക്കേണ്ട ഗതികേട് റസൂലുള്ളാഹിക്കുണ്ടോ? ഞമ്മക്ക് വരികയാണ്. നിങ്ങൾ ആലോചിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉമ്മത്തിന് അള്ളല്ലാത്ത വേറെ പടച്ചോല്ലട്ടോ, സിയമ്മയുടെ പോലും നിങ്ങളെ പടച്ചോനല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ദുർഗതി നമുക്ക് വന്നില്ലേ? ഇതൊക്കെ കാണാൻ അല്ലാഹു മുസ്തആൻ. അപ്പം പറഞ്ഞ ശിർക്ക് വലിയ തിന്മയാണ്. ആ ശിർക്ക് ഉണ്ടെങ്കിൽ ഒരാൾക്ക് തഖ്വ ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം ശിർക്കും ഈമാനും കൂടി എന്ത് ചെയ്യില്ല, ഒരിക്കലും ഒരുമിച്ച് പോലും. അതാണ് വലാഖിബത്തുൽ തഖ്വ. ഈ തഖ്വ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടാവും, ആഖിബത്തുണ്ടാവും. അതാണ് അള്ളാഹ് അവിടെ പറഞ്ഞത്. ഇനി വഖാലു, അതും കൂടി പറഞ്ഞിട്ട് അവസാനം, വഖാലു ലൗലാ യഅതീന ബിആയത്തിൻ മിർ റബ്ബി, എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇദ്ദേഹം ഒരു ആയത്തുമായി കൊണ്ടുവരാത്തത്? യഥാർത്ഥത്തിൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പരിഹാസത്തോടു കൂടിയാണ് അവർ ചോദിക്കുന്നത്. കാരണം അവർക്ക് ആയത്ത് കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, ഇഷ്ടംപോലെ ആയത്തുകൾ കിട്ടിയിട്ടുണ്ട്. ആ ആയത്തുകൾ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലത്തൊന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അതിന് മറുപടി പറയാണ്, അവലം തഅതിഹിം ബയ്യിനത്തു മാ ഫി സുഹഫിൽ ഊല, അവലം തഅതിഹിം, അവർക്ക് വന്നിട്ടില്ലയോ എന്ത്? ബയ്യിനത്തു എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വ്യക്തമായ ബയാനുള്ള വ്യക്തമായ കാര്യങ്ങൾ അവർക്ക് വന്നിട്ടുണ്ടല്ലോ. മാ ഫി സുഹഫിൽ ഊല, സുഹഫ് എന്ന് പറഞ്ഞ സഹീഫത്തിന്റെ ജമ്മാണ് സുഹഫ്, ഏടുകൾ എന്നതിനർത്ഥം. അപ്പൊ സഹീഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് സാധാരണ നമ്മൾ പിന്നെ ഒന്ന് മടക്കിയൊക്കെ വെക്കുന്നതാണ് സഹീഫത്ത്, പത്രത്തിനൊക്കെ സഹീഫ എന്ന് പറയും. അപ്പൊ സഹീഫത്ത് എന്നുള്ളതിന്റെ ജമ്മാണ് സുഹഫ്, അതായത് ഏടുകൾ എന്നർത്ഥം. നമ്മൾ ഏട് എന്ന് പറഞ്ഞാൽ മറ്റേ ഏടല്ല കേട്ടോ, 15 വക 34 വക ആ ഏടല്ല, അത് വേറെ ഏടാണ്. ഇവിടെ ഏടുകൾ എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഏടുകൾ എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ചാൽ ഗ്രന്ഥങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു നൽകിയ വേദഗ്രന്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ മുമ്പ് തന്നെ വേദഗ്രന്ഥങ്ങൾ അൽ ഊല എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിലുള്ള ഒന്നാമത്തത് സഹീഫത്ത് സുഹഫ്, ആ വേദഗ്രന്ഥങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് സുഹഫ് സഹീഫ, അള്ളാഹുവിന്റെ വേദഗ്രന്ഥങ്ങളാണ്. അപ്പൊ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു ഇതിന് മുമ്പും വേദഗ്രന്ഥം ഇറക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ടും എന്തിനാണ് പിന്നീട് അവർ ഈ ആയത്തുകൾ ചോദിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാനഹു ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾ നമ്മൾ കിട്ടിയാൽ നമ്മൾ സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ പറച്ചിലുണ്ടെന്നല്ലാതെ എന്ത് ചെയ്യൂല, അത് സ്വീകരിക്കില്ല. ഒരായത്ത് കൊടുത്താൽ പറയും ഇതുപോലെ വേറെ ആയത്തുവാണെന്ന് പറയും, ആയത്ത് കൊടുത്താൽ പറയും വേറെ ആയത്തുവാണെന്ന് പറയും. അതാണ് സാധാരണ മുശ്രിക്കുകളുടെ പൊതുവുള്ള ഒരു രീതി. അതാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിക്കുന്നത്. അതാണ് വഖാലു ലൗലാ യഅതീന ബിആയത്തിൻ മിർ റബ്ബി അവലം തഅതിഹിം ബയ്യിനത്തു മാ ഫി സുഹഫിൽ ഊല. അതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി അവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്താണ് അവർ വിശ്വസിക്കാതിരുന്നത്? അപ്പം ഇനി മുമ്പ് കിട്ടിയിട്ടും വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനിയിപ്പോൾ കിട്ടിയാലും എന്ത് ചെയ്യാൻ പോണില്ല, വിശ്വസിക്കാൻ പോകണില്ല. ഇതാണ് ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പോൾ അതിൽ പിന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, പിന്നെ റിസ്ഖുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നെ തഖ്വ, അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ വേദഗ്രന്ഥങ്ങൾ പിന്നെ സത്യപ്പെടുത്തുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയം. ഇനി 2 ആയത്തും കൂടി ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച പിന്നെ തീർക്കാമെന്നാണ് തോന്നുന്നത് ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുഹൃത്താണ് സൂറത്തുൽ അംബിയ ആണ് നമുക്ക് എടുക്കാനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം പുറത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.